കേരളയുടെ സ്വന്തം ഇൻ്റർനെറ്റ് എന്നുള്ള നിലയിൽ കേരള കെ ഫോൺ നമുക്ക് ഓൾറെഡി 31,000 കിലോമീറ്റർ ഫൈബർ നമ്മൾ ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. 375 പോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഡെയിലി ആവറേജ് 350 TB ഡാറ്റയാണ് ട്രാൻസ്മിഷൻ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും നടക്കുന്നത്. ഒരു 30,000-ഓളം നമുക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമ്മൾ കണക്ട് ചെയ്തു. ഒരു 50,000-ന് മുകളിൽ നമുക്ക് എൻ്റെ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ റെസിഡൻഷ്യൽ സെഗ്മെൻറ്റിന് വേണ്ടി നമ്മൾ OTT പ്ലാറ്റ്ഫോം ഇമ്മീഡിയറ്റ്ലി ലോഞ്ച് ചെയ്യും. അതുപോലെ വോയിസ് സർവീസുകളും ഉടനെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പം കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എൻ്റയർ ഏരിയയിൽ നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് എല്ലാ ജില്ലകളിലും നമുക്ക് പ്രസൻസ് ഉണ്ട്. OTT നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഏപ്രിലോട് കൂടിയാണ്. അപ്പോൾ അത് ഏപ്രിലോട് കൂടിയായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ടൈപ്പിനായിട്ടുള്ള അതിനകത്ത് OTT പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതിനകത്ത് നമുക്ക് കസ്റ്റമേഴ്സ് സൗത്ത് ചാനൽസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ചാനൽസും OTT പ്ലാറ്റ്ഫോംസും ഉണ്ടാവും. മൂവീസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ വെണ്ടർ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വെണ്ടറിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അഫോർഡബിൾ ആയിരിക്കും. കേരള കെ ഫോണിൻ്റെ താരിഫ് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കും. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു സാധാരണക്കാരനെ ഒരു റെസിഡൻഷ്യൽ ക്ലയൻറ്റിനെ ഉദ്ദേശിച്ചുള്ള താരിഫുകളായിരിക്കും നമുക്കുണ്ടാവുക.